ആണെന്ന് പറഞ്ഞു, പിന്നെ CID ആണെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ? അതിന് ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെമ്പരത്തിപ്പൂ ചൂടാനും വളകൾ കയ്യിൽ അണിയാനും ഒക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചിട്ട്. അറിഞ്ഞുകൊണ്ട് ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, കള്ളം പറഞ്ഞ് മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ കള്ളനോ CID യോ സ്വാമിയോ ഒന്നുമല്ല. ജയദേവൻ, മുല്ലശ്ശേരി മനക്കിലെ ജയദേവ ശർമ്മ. സർപ്പകോപം തീർക്കാനും മുജ്ജന്മ ദോഷാറ്റാനും കളമെഴുത്തും പാട്ടു ഹോമമൊക്കെ നടത്തി മുടിഞ്ഞ ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്കൽ ജപ്തി നോട്ടീസ് പതിച്ചപ്പോ എന്നെ അനാഥനാക്കിയിട്ട് എന്നേക്കുമായി എന്റെ അമ്മയും പോയി. എരിയുന്ന ചിതയ്ക്കരികിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് എന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായി, മൃഗേശൻ തട്ടാൻ. മുല്ലശ്ശേരി തറവാടിന്റെ വളർച്ചയും തളർച്ചയും കണ്ട ഒരാൾ. ഡിഗ്രി എടുത്ത് തൊഴിൽ തെണ്ടി മടുത്തപ്പോ അദ്ദേഹം എന്നെ സ്വർണ്ണപ്പണി പഠിപ്പിച്ചു. വളർത്തച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അച്ഛൻ എനിക്ക് ചന്ദ്രശേഖര മുതലാളിയുടെ ജ്വല്ലറിയിൽ ജോലി വാങ്ങി തന്നു. അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു അനന്തൻ. ഈ ബില്ല് അവിടെ കാണിച്ച് ക്യാഷ് കൊടുത്താൽ മതി. എന്ത്? ഇതല്ലല്ലേ എമൗണ്ട്? ഇത് തന്നെ എമൗണ്ട്. മുതലാളി ഇങ്ങനെ അറിഞ്ഞണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം, നീ പോടാ. തൂക്കത്തില് കള്ളത്തരം കാണിച്ച് 200 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ട് നീ എന്താ നേടിയത്? ഇത് കണ്ടോ, അരിസ്ട്രോക്രാറ്റ്. എടാ, അരിസ്ട്രോക്രാറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ നിനക്ക്? കുലീനൻ, അതായത് സമ്പന്നൻ. ഐ വിൽ ബിക്കം എൻ അരിസ്ട്രോക്രാറ്റ്. എനിക്കൊരു സമ്പന്നനാകണം. ജമ്മി. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? അതൊരു സസ്പെൻസാ. വെറും വയറ്റ് കേട്ടാ നിനക്ക് ദഹിക്കില്ല. ചെന്ന് കഞ്ഞൂടി ചേച്ചു വാ. നിന്റെ തട്ടാൻ കാരണവരും കാരണത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. ചൽ മേരെ ഭായ്. നീ എന്തിനാ എത്ര വൈകുന്നവരെ എന്നെ കാത്തിരിക്കണേ? നേരത്തെ കഞ്ഞി കുടിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ? വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണ്ടല്ലേ? പഠിത്തമൊക്കെ കണക്കാ. അതിന് കാശ് ചെലവാക്കണ നേരം കൊണ്ട് ഏതെങ്കിലും ഒരുത്തരോട് ഇറക്കി വിടാൻ നോക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാനുള്ള അല്ല അവളെ മുരുകേശൻ തട്ടാന്റെ മോളാ. പിന്നെ മുരുകേശൻ തട്ടാനെന്ന് കേട്ട ആൾക്കാര് പറഞ്ഞു എത്തുകയല്ലേ. ചന്ദ്രശേഖര മുതലാളിയുടെ നിധി കാക്കണ ഭൂതത്താനാ. പറഞ്ഞിട്ടെന്താ, മോക്കൊരു പണോടെ സ്വർണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എടോ ഭാര്യ, നീ കനകം, എന്റെ മോള് സ്വർണം. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളപ്പോ വേറെ സ്വർണ്ണം എന്തിനാടി കനകം? അതെ അതെ. നമുക്ക് സ്വർണ്ണം ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ വീട്ടിൽ കിലോ കണക്കിന് ഇരിക്കല്ലേ തങ്കക്കട്ടികള്. വിളിച്ചു കൂവിക്കോ. ബാക്കിയുള്ളവരുടെ മനസമാധാനത്തോടെ ഒരുപോലെ കണ്ണടച്ചിട്ട് കാലം എത്രയെന്ന് അറിയോ? ഇന്നലെയും കൊണ്ടുവന്ന് കുറെ. ഓർക്കുമ്പോ പേടിയാവുക. എല്ലാം കൂടി എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തന്നെ നിശ്ചയില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കള്ള സ്വർണ്ണ വല്ല പോലീസ് റെയ്ഡെങ്ങാനും ഉണ്ടായാ അച്ഛന് മുതലാളിയോട് പറഞ്ഞൂടെ ഇതിവിടെ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന്? എങ്ങനെ പറയാനാ? ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇടപാടല്ല. മുതലാളിക്ക് എന്നോട് ഇത്രയും വിശ്വാസം ഉണ്ടാവുന്നത് എനിക്കൊരു അഭിമാനമായിട്ടാ തോന്നണേ. കൊച്ചു കള്ളി, നിന്റെ ഒരു കുച്ചിപ്പൊടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ, തമാശ കളിക്കല്ലേ? ആരേത്? അതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ്. ആരാണ് ഈ സുന്ദരിക്കുട്ടി എന്ന് പറ. ഫോട്ടോ ചുളിക്കല്ലേ? ഞാൻ പിന്നെ പറയാം. എന്നെ ഇത് പിന്നെ തരാം. എടാ, ഇതാണ് ആതിര. ആതിര? ആതിര എന്ന് വെച്ചാ എന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി. സത്യം അല്ല, കള്ളം. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉള്ള സത്യം പറ. എടാ, സത്യമാണ്. പക്ഷെ തൽക്കാലം ഇതൊരു രഹസ്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു പരമരഹസ്യം. എവിടെയുള്ളതാ കക്ഷി? എന്റെ നാട്ടുകാരിയാ. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഫോണിലൂടെയും കത്തുകളിലൂടെയും മാത്രം ഞങ്ങളുടെ മനസ്സിന്റെ മൗന നൊമ്പരങ്ങൾ പരസ്പരം ഇങ്ങനെ കൈമാറി കാത്തിരിക്കട ചങ്ങായി. ഭാഗ്യവാനേ. പിന്നെ എന്തിനാ കാമുക ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഈ നാട്ടിലൊരു കിളിക്കൂട് ഞാൻ സംഘടിപ്പിച്ചുതരാം. അങ്ങനെ കിളിക്കൂട്ടിലടക്കാൻ പറ്റിയ കക്ഷിയൊന്നല്ലടാ അവള്. അവൾക്ക് ഞാനൊരു കൊട്ടാരം പണിയും. അതിലൊരു ഉഗ്രം പള്ളിയറ, ഐ മീൻ മണിയറ. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? ഇറ്റ്സ് മൈ ചാലഞ്ച്. അനന്തന്റെ വാശിയടത്. ഏട്ടൻ വന്നില്ലേ അച്ഛാ? ഇല്ല, അവൻ ആസ്പത്രി തന്നെ നിൽക്കുക. മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഹാർട്ടിന്റെ കാര്യല്ലേ. 3ാമത്തെ അറ്റാക്കാ. കിട്ടാൻ പ്രയാസാന്നാ പറയണേ. ഇടയ്ക്കൊരു ഓർമ്മ വരുമ്പോ മക്കളെ കാണാന്ന് പറയും.
ഭാർഗവനെ രാഘവനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും കോയമ്പത്തൂർ നിന്നൊക്കെ ആയിട്ട് അവന്മാർ എപ്പോഴങ്ങനെ എത്തണാവും. ആശാനെ, ആശാനെ, ആരാ? ഞാൻ ആശാനെ. എന്താ എന്താ സംഗതി ആകെ കുഴപ്പമായി. എന്ത് പറ്റി? പോലീസ് റെയ്ഡിന് എത്തിയിട്ടുണ്ട്. മോലാലി ഇവിടെ സ്വർണ്ണം ഒളിപ്പിച്ചുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ഈശ്വരാ. അനന്ത, നീ എന്താ ഈ പറയണേ? ആരും ഒറ്റ കൊടുത്തതാ. എത്രയും വേഗം ഉരുപ്പടികൾ ഇവിടുന്ന് മാറ്റണമെന്ന് ജയദേവൻ പറഞ്ഞു. അയ്യോ. വേഗം ആവട്ടെ. ഈ സമയത്ത് ആരെ ഇങ്ങനെ ഒറ്റ കൊടുക്കാൻ? ആരാന്ന് ഒരു പിടിയില്ല. എന്തായാലും നേരത്തെ വിവരം അറിഞ്ഞു നന്നായി. എന്നാലും മുതലാളി അത്യാസനം നിലയിൽ കിടക്കണ നേരത്തെ ആരാ ഈ ചതി ചെയ്ത്? ആർക്കറിയാം. ഏതായാലും ലൈറ്റ് അടച്ച് ബാധടച്ച് കിടന്നു. ഞാൻ പുറകുവശം വഴി പോയിക്കോളാം. ഭഗവാനെ, ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി മനസമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാലോ. നിന്റെ ഒരു മനസമാധാനം. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തേടിയാ പോലീസ് വരാൻ പോണത്. ആരാ? ഞാനാച്ചാ. ഓ, മുതലാളി മരിച്ചു. ഈശ്വര. ഭാർഗവനും രാഘവനും എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നായിരുന്നു. അവരോട് എന്തോ പറഞ്ഞു. എപ്പോഴാ ഉണ്ടായത്? അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റായി കാണും. എല്ലാം കഴിഞ്ഞല്ലോ എന്റെ ഭഗവാനെ. അപ്പോ റെയ്ഡിന്റെ കാര്യം നീ എപ്പോഴാ അറിഞ്ഞ്? റെയ്ഡോ? ആ, എന്ത് റെയ്ഡ്? വല്ല പോലീസ് റെയ്ഡിന് വരണമെന്നും ഇവിടത്തെ ഉരുപ്പടികൾ മുഴുവൻ മാറ്റണമെന്നും പറഞ്ഞ് നീ ആനന്ദനയച്ചില്ലേ? ഞാനോ? ആ, അനന്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏട്ടൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് സ്വർണം മുഴുവൻ മേടിച്ചോണ്ട് അനന്തേട്ടൻ പോയല്ലോ. ചതിച്ചോ ഭഗവതി? അച്ഛനെ മരിച്ചിട്ടുള്ളൂ. മക്കള് 2 ആള് ബാക്കിയുണ്ട്. മര്യാദയ്ക്ക് ഉരുപ്പടികൾ തിരിച്ചു തരണം. നല്ലത്. വേഷം കെട്ടെടുത്താലുണ്ടല്ലോ. അയ്യോ, അച്ഛൻ. അയ്യോ, ഞാൻ പറയുന്നു കേക്ക് മക്കളെ. ഞങ്ങൾക്ക് ഒന്നും കേക്കണ്ട. അച്ഛന്റെ വിശ്വസ്തനായി നടന്നിട്ട് തഞ്ചം കിട്ടിയപ്പോ എല്ലാം ഒതുക്കാൻ നോക്കുന്നല്ലടാ. അയ്യോ, ഒന്നുകൂടെ ഞാൻ ദൈവദോഷം പറയല്ലേ. ഒരു പണവിടെ സ്വർണം പോലും ഇതുവരെ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇട്ടുമൂടാനുള്ള സ്വർണം മുഴുവൻ കാക്ക കൊത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൈമലത്തി കാണിക്കുന്നല്ലേ? മോനെ, സത്യം പറയടാ. എവിടെയാടാ സ്വർണ്ണം ഒളിപ്പിച്ചേക്കണത്? പറയടാ. എന്റെ ഒരു സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. മാറിയോട്ട്. ഒന്ന് നിർത്തണ്ടോ? ഇനി എന്റെ അച്ഛനെ തല്ലരുത്. അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? 10-30 കൊല്ലം ഭൂതത്താനെ പോലെ നിങ്ങളുടെ നിധി കാത്തോണ്ടിരുന്ന മനുഷ്യനാണിത്. കണ്ണിച്ചോരല്ലാണ്ട് ഇങ്ങനെ പെരുമാറരുത്. ഓഹോ, അപ്പൊ നീയും കൂടി ചേർന്നുള്ള കളകളി അല്ലടാ. കള്ളക്കളിയല്ല. അനന്തൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും കരുതിയില്ല. എന്നിട്ട് അനന്തരം എവിടെ? പറയടാ. എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം. ദയവ് ചെയ്ത് ഈ പാവത്തിനൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അനന്തനെ നീ എപ്പോ കൊണ്ടുവരും? ഒരാഴ്ച എനിക്ക് അവധിതാ. ശരി, ഒരാഴ്ച. അതിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഉരുപ്പടികൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിന്റെ ശവം പോലും ബാക്കിയാണില്ല. ആ വാണ. അച്ഛാ, ഈശ്വര, ഈ വയസ്സുകാലത്ത് കള്ളെന്നുള്ള പേര് കേൾക്കേണ്ടി വന്നല്ലോ. അച്ഛൻ വിഷമിക്കരുത്. അനന്തനെ കണ്ടുപിടിച്ച് അവന്മാരുടെ സ്വർണം ഞാൻ തിരിച്ചേൽപ്പിക്കും. ഒരാഴ്ച കൊണ്ട് നീ അവനെ എവിടുന്ന് കണ്ടുപിടിക്കും മോനെ? ഞാൻ കണ്ടുപിടിക്കും. അച്ഛന്റെ ജയദേവനെ പറയണേ. നിന്റെ അച്ഛൻ ഒരിക്കലും ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നീ അത് തെളിയിക്കണം. തെളിയിക്കും. ഞാൻ തെളിയിക്കും അച്ഛാ. പക്ഷേ ഒരാഴ്ച പോലും കാത്തിരിക്കാൻ ആ മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ഈ ഭൂമിയോട് തന്നെ യാത്ര പറഞ്ഞ് അച്ഛൻ പോയി. ആ ആത്മാവിനോടുള്ള കടപ്പാട് തീർക്കാൻ സാധിച്ചില്ലേ പിന്നെ എന്റെ ജന്മം കൊണ്ട് ഒരർത്ഥമില്ല. ആതിരയിലൂടെ അനന്തനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ വേഷം കെട്ടലൊക്കെ. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനൊന്നുമില്ല. അനന്തനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റണതല്ലല്ലോ. മനസ്സിൽ തനിയെ തോന്നേണ്ടതല്ലേ. ആരെ കണ്ടുപിടിക്കാനാണെങ്കിലും ഞാൻ കൂട്ടു നിൽക്കാം. പക്ഷെ അതിനെ ഒരിക്കലും മറക്കരുത്. ആതിരെ, ഐ എം റിയലി സോറി. ആതിര പറഞ്ഞത് നേരാ. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ലല്ലോ. ബോധ്യായി. എനിക്കിപ്പോ ശരിക്കും ബോധ്യായി. സോറി. ഭാർഗവനും രാഘവനും നിങ്ങൾ ഒറ്റുകൊടുത്ത് ഞാനാ. പക്ഷെ ഇങ്ങനെ ഒരു ട്രാജഡി സ്റ്റോറി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. സ്വാമി, അല്ല ജയദേവ, രാമദാസ, ഒരുപാട് ഉപദ്രവം ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അറിവില്ല, പാവിയാണെന്ന് കരുതി ഓർക്കണം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്റെ മനസ്സിന്റെ കൺട്രോള് കൈവിട്ടിട്ടാ. പറച്ചാതിരെ. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോ.
അനന്തനെ കൈ കിട്ടുന്നവരെ കാര്യങ്ങളുടെ സത്യാവസ്ഥ വൈദ്യരോട് പറയാൻ പറ്റില്ല. കൂടുതൽ വൈകിയ ആദ്യം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായത് ജയദേവ, കലാശക്കളി വരെ എത്തിയിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു തളർച്ച? അനന്തനെ എനിക്കേ അറിയൂ. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. താൻ ഇവിടെയുള്ള വിവരം അനന്തൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് താൻ എന്തിനാടോ പേടിക്കണേ? കല്യാണ പന്തലിൽ വെച്ച് അനന്തൻ ജയദേവനെ കണ്ട് ഞെട്ടും. ആ നിമിഷം മുതലുള്ള സംഭവങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ സ്നേഹവും ധൈര്യവും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. എന്നിട്ട് ഞാൻ തോക്കുകയാണെങ്കിൽ ഈ ജയദേവൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമേ മാറും. അതെ ജയദേവ, എന്താ ഇത്?